മലങ്കര ഓർത്തഡോക്സ് സഭയിൽ കഴിഞ്ഞ വർഷം വരെ ഒരേ സമയത്താണ് ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ പെസഹ ഒരു സമയം, ഉയർപ്പ് ഒരു സമയം. ഇത് പല ഭദ്രാസനങ്ങളും പല മെത്രാപ്പോലീത്തമാരും സമയങ്ങൾ മാറ്റം ചെയ്ത് ഒക്കെ ഉണ്ടായി. എന്നാൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ വളരെ ഉയർപ്പ് പെരുന്നാളും പെസഹ പെരുന്നാളുമൊക്കെ രാത്രിയിലായിരുന്നു നടത്തിയിരുന്നത്, വെളുപ്പാൻ കാലത്താണ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് സമയം മാറ്റുവാൻ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് സമയം മാറ്റുകയാണെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എല്ലാ ദേവാലയങ്ങളിലും ഒരേ സമയം നടത്തുവാനുള്ള ക്രമീകരണം ചെയ്തത് നല്ലതായിരിക്കുമെന്ന് ഒന്ന് അപേക്ഷിക്കുന്നു. മലങ്കര സഭയിൽ എല്ലാ ദേവാലയങ്ങളിലും ഒരേ സമയത്ത് ഈ ആരാധന നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം മലങ്കര സഭയിലുള്ളവരാണ് ഔട്ട്സൈഡ് കേരളയിലുള്ളവർ, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളവർ. അവിടെയെല്ലാം കാലാകാലങ്ങളായിട്ട് സന്ധ്യയ്ക്കാണ് ശുശ്രൂഷകൾ നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നമ്മൾ വെളുപ്പിനെയുള്ളതായ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അവിടെ ഉദാഹരണമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ, നോർത്ത് ഇന്ത്യയിൽ 2 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞിട്ട്, ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ 11 മണി, രാത്രി 11 മണി കഴിഞ്ഞിട്ട് വെളുപ്പിനെ 5 മണി വരെ ഒരു മനുഷ്യനെയും സ്ട്രീറ്റിൽ കാണാൻ അനുവാദമില്ല. ആർക്കും അവിടെ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് അവരൊക്കെ സന്ധ്യയ്ക്ക് നടത്തി 11 മണിക്ക് മുമ്പ് അവരെ ശുശ്രൂഷകളെ നിർത്തി പോയി കഴിക്കണം. അത് ഗൾഫിലെ നിയമമാണ്. അതുകൊണ്ട് അവിടെ അത് സാധിക്കില്ല. അമേരിക്കയിൽ ഇതുപോലെ തന്നെയാണ്. അവർ സന്ധ്യയ്ക്കാണ് അവർക്ക് സൗകര്യമായിരിക്കുന്നത്. അത് സൗകര്യമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെളുപ്പിന് അവർക്കെല്ലാം ഈ പറയുന്ന അമേരിക്കയിൽ ദുഃഖവെള്ളിയാഴ്ച പോലും അവധിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ദുഃഖവെള്ളിയാഴ്ചയില്ല, വ്യാഴാഴ്ചയില്ല, ഒരു ദിവസവും അവധിയില്ല. അവർ രാവിലെ ശുശ്രൂഷയ്ക്ക് പോയാലും പോയില്ലെങ്കിലും അവർക്ക് അവധി കിട്ടുകയില്ല. അപ്പോൾ അവർക്ക് ശമ്പളം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അവർക്കവിടെ സന്ധ്യയ്ക്ക് നടത്തുന്ന രീതി. രണ്ടാമത്, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മലബാർ ഭദ്രാസനത്തിലും ബത്തേരി ഭദ്രാസനത്തിലും വളരെ കാലമായിട്ട് സന്ധ്യയ്ക്കാണ് നടത്തുന്നത്. അതവിടെ പറയുന്നതിന് കാരണം അവർക്ക് ഈ വന്യമൃഗങ്ങളുടെയുള്ള പേടിയുണ്ടാണ്. അവിടെ അതുകൊണ്ട് അത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി നടത്തുകയാണ്. എന്നാൽ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സിറ്റി പ്രദേശങ്ങളിൽ, വലിയ നഗരങ്ങളിൽ ഇത് നേരത്തെ അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ മറ്റുള്ള സാധാരണ ഇടവകളിൽ ഇത് അനുവദിച്ചിട്ടില്ല. എന്നാൽ ദിദിമോസ് ബാവ തിരുമേനിയുടെ കാലത്ത് ഇത് പരീക്ഷണാർത്ഥം 1 വർഷം നടത്തി, 1-2 വർഷം നടത്തി. 2 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും കംപ്ലൈൻറ്റ് പറഞ്ഞു. എല്ലാവരുടെയും ആവശ്യമായിരുന്നു സന്ധ്യയ്ക്ക് നടത്തണമെന്ന്. അങ്ങനെ സന്ധ്യയ്ക്ക് നടത്തി. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് രാത്രിയിലേക്ക് മാറ്റി. രാത്രി തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഈ വർഷവും മെത്രാച്ചന്മാരും അച്ഛന്മാരും ഓരോ പള്ളികളിൽ നിന്നായിട്ട് അവിടെ നമുക്ക് അപേക്ഷകൾ തന്ന് ഇത് വീണ്ടും സന്ധ്യയ്ക്കാകണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ ആകുന്നു. ഉദാഹരണമായിട്ട് പാത്രിക്കീസ്, ഞങ്ങളുടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പാത്രിക്കീസ് വിഭാഗത്തിലുള്ളവരും ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവരും വടക്കൻ പ്രദേശങ്ങളിലെ അടുത്തടുത്ത പള്ളികളാണ്. പള്ളി എന്ന് പറഞ്ഞാൽ രണ്ടും അടുത്തടുത്ത പള്ളികളാണ്. ഒരേ ക്യാമ്പസിലാണ് മിക്കവാറും. അപ്പോൾ അവരവിടെ സന്ധ്യയ്ക്കാണ്. പാത്രികീസുകാർ പണ്ട് മുതൽ സന്ധ്യയ്ക്കാണ്. നമ്മുടെ ഭദ്രാസനത്തിലും ചില ഭദ്രാസനങ്ങൾ പണ്ട് മുതലേ സന്ധ്യയ്ക്കാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ കുറേ ഭദ്രാസനങ്ങൾ മാത്രമേ രാത്രി നടത്തുന്നുള്ളൂ. അതും കൂടെ സന്ധ്യയ്ക്കാക്കി നോക്കുക. ഈ വർഷം നമ്മളതൊരു പരീക്ഷണാർത്ഥം അനുവദിക്കാം. ഇതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് എല്ലാവരിൽ നിന്നും കേട്ടതിന് ശേഷം അടുത്ത സുന്നോദോസിൽ അതിന് ഒരു പൂർണ്ണമായ തീരുമാനം എടുക്കാമെന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്.
അതനുസരിച്ച് ഈ പ്രാവശ്യം പരീക്ഷണാർത്ഥം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഓരോരുത്തർക്കും പലതരത്തിലുള്ളതായ ചിന്തകളുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ കാര്യവും അങ്ങനെ വലുതുമുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ട്രഡീഷണലായിട്ട് ഇത് രാത്രി തന്നെ നടത്തുന്ന രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. അത് തന്നെ നടത്തണമെന്നുള്ളതായ ആഗ്രഹമുള്ളവർ അനേകരും സഭയിലുണ്ട്. അതിനെ നമ്മൾ ഏതായിരുന്നാലും പരീക്ഷണം നടത്തി അടുത്ത സുന്നോദോസ് വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് യുക്തമായ ഒരു തീരുമാനം എടുക്കാം. ഏതായിരുന്നാലും നമുക്ക് സന്ധ്യയ്ക്ക് നടത്തുന്നതായ അനേകം ഭദ്രാസനങ്ങളുടേത് മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും മലബാർ പ്രദേശങ്ങളിലുമൊക്കെ. പരിശുദ്ധ ബാവ തിരുമേനി, പ്രഭാത സ്തുതിപ്പിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും അത്യുന്നത നാമത്തിന് സ്തുതി പാടുന്നതും പ്രഭാത സമയത്ത് കൃപയെയും രാത്രി കഴിഞ്ഞതിൻ്റെ വിശ്വാസത്തെയും എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വിശ്വാസത്തെ നാം പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് കർത്താവിൻ്റെ വിശ്വസ്തതയെ 92-ാം സങ്കീർത്തനം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അത്യുന്നതന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്തും കൊണ്ടും വീണും കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദേയം രാത്രി നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതെന്നാണ്. പക്ഷേ നമ്മുടെ നമസ്കാര പുസ്തകത്തിൽ കിടക്കുന്നത് കർത്താവെ നിന്റെ രാത്രികാലം നിന്റെ വിശ്വാസത്തെ അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു എന്നാണ്. അപ്പൊ കർത്താവിന്റെ വിശ്വാസത്തെ നമുക്ക് പ്രകീർത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നൊരു സംശയം വളരെ എളുപ്പമായിട്ട് ദൂരീകരിക്കാം. കർത്താവെ നിന്നിലുള്ള വിശ്വാസം എന്ന് ചേർത്താൽ മതി. നിന്റെ എന്ന് പറയുന്നതിന് പകരം നിന്നിലുള്ള വിശ്വാസം എന്ന് ചേർത്താൽ മതി. അതവിടെ ചേർത്തിട്ടില്ല, അതങ്ങനെ മനസ്സിലാക്കിയ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 40 വർഷം സർവീസുള്ള അംഗങ്ങളെ സീനിയർ സർവീസാക്കി ഷമ്മാശ പദവി നൽകി കൂടായോ എന്നുള്ളതാണ്. ഇതര സഭകൾക്ക് ശുശ്രൂഷകർക്ക് പദവി നൽകുന്നു. അത് ഷമ്മാശ പദവി നൽകാനായിട്ട് പ്രായമൊന്നും വേണമെന്നില്ല, ഏത് പ്രായത്തിലും നൽകാം. അതിന് യോഗ്യരായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മുടെ സഭയിലുണ്ടായിരുന്ന ഒരു സ്ഥാനമാണ് ആയുഷ് പര്യന്തം ഷമ്മാശന്മാരായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഷമ്മാശന്മാർക്ക് ഷമ്മാശിനിമാരുണ്ട്, ഷമ്മാശന്മാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പദവി നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും പലയിടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സുന്നകദോസിൽ അത് പ്രത്യേകമായി പരിഗണിച്ചൊരു കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനനുകൂലമായ ഒരു റിപ്പോർട്ട് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഫൈനലൈസ് ചെയ്തിട്ടില്ല. അടുത്ത സുന്നകദോസിൽ അത് വീണ്ടും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഏതായിരുന്നാലും അധികം താമസിയാതെ അടുത്ത സുന്നകദോസിൽ തീർക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും 1-2 വർഷങ്ങളിലായിട്ട്. കാരണം നമുക്കിവിടെ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഒരു പള്ളിയിൽ ശുശ്രൂഷക്കാരെയൊക്കെ കിട്ടാൻ എളുപ്പം. എന്നാൽ വേറെ മറ്റു പല സ്ഥലങ്ങളിലും ഈ നിത്യമായി ശുശ്രൂഷക്കാരെ കിട്ടാത്തതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഷമ്മാശനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈദികൻ്റെ കൂടെ അത് ശരി. പക്ഷേ അവർക്ക് ഷമ്മാശനായി എന്നുള്ളതുകൊണ്ട് അച്ഛനാകാൻ ഒക്കുകയില്ല. അതിനുള്ളതായിരിക്കുന്ന പദവി കൊടുക്കാതെ ആ കണ്ടീഷനിൽ അവരെ ആക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ള പഠനം നടത്തുന്നുണ്ട്. ഒക്കുകയാണെങ്കിൽ സാധിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു തീരുമാനം അനധിവിദൂര ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയാൻ കഴിയുന്നത്. തിരുമേനി, ഇട ദിവസങ്ങളിലെ കുർബാനയിൽ 5-ാം ദുബദൻ വെട്ടിച്ചുരുക്കി വളരെ ഷോർട്ടായിട്ട് ചൊല്ലാറുണ്ട്. അതുപോലെ 2 ലേഖനങ്ങളിൽ
പൗലോസ്ലീഹയുടെ ലേഖനം മാത്രമേ വായിക്കാറുള്ളൂ. ഇത് സഭയുടെ ഔദ്യോഗികമായ ഒരു തീരുമാനമാണോ അതോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്? സഭയിൽ അങ്ങനെയുള്ള ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നുമില്ല. അത് ഓരോരോ സാഹചര്യത്തിൽ ഓരോരുത്തർ അവിടെ ഉണ്ടാക്കുന്നതാണ്. ഒരു കുർബാനയിലും കുർബാനക്രമത്തിൽ നിങ്ങൾ നോക്കുക, കുർബാനക്രമത്തിൽ അവിടെ 2 ശ്ലീഹ വായനയും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 2 ശ്ലീഹ വായന ഒരു കുർബാന ചൊല്ലുമ്പോൾ അത് പിന്നെ ചാത്ത കുർബാനയാണെങ്കിലും കൊള്ളാം, എന്തോ കുർബാനയാണെങ്കിലും കൊള്ളാം, പെരുന്നാൾ കുർബാനയാണെങ്കിലും അത് കുർബാനയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ചാത്ത കുർബാനയാണെങ്കിലും വലിയ പെരുന്നാൾ കുർബാനയാണെങ്കിലും 2 കുർബാനയാണ്. അപ്പോൾ അതിനകത്ത് 2 വായനകൾ നടത്തേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ചില ശുശ്രൂഷകളിൽ നമുക്ക് ഒരു വായന മാത്രം വായിക്കുന്നതുണ്ട്. ഉദാഹരണമായിട്ട് ഈ പിന്നെ യൗപതിയഗ്നോ ശുശ്രൂഷയിൽ നമ്മൾ ഒരു വായന മാത്രമേ ഉള്ളൂ. അതായത് യോഹന്നാൻ്റെ സുവിശേഷ ലേഖനത്തിൽ നിന്നുള്ള ഒരു വായനയേ ഉള്ളൂ. അതുപോലെ തന്നെ കോറപ്പീസ്കോപ്പ സ്ഥാനം കൊടുക്കുന്ന സമയത്ത് പൗലോസ്ലീഹായുടെ ഒരു ലേഖനമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ സഭയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളയില്ല. അതേസമയത്ത് പൂർണ്ണശമ്മാശനും വൈദികനും ഒക്കെ പട്ടം കൊടുക്കുമ്പോൾ 2 ഉണ്ട്. ഇപ്പം മറ്റേത് ഔപതികനോയ്ക്കും അത് മാത്രമേ ഉള്ളൂ. അതുപോലെ താഴെയുള്ള മൈനർ ഓർഡേഴ്സ് എന്ന് പറയുന്നിടത്ത് അങ്ങനെയുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ ആരും തീരുമാനിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്. 5-ാം ധുപദേന് ദീർഘമാണ് എന്നുള്ളതും ഇന്ന് നമുക്ക് പലർക്കും അവരുടെ ചരിത്രങ്ങളെക്കുറിച്ചോ പിതാക്കന്മാരെക്കുറിച്ചോ ആർക്കും അറിവില്ല. അതുകൊണ്ട് ഈ നിദിമോസ് ബാബയുടെ കാലത്ത് തന്നെ അതിന് അബ്രിഡ്ജിലായുള്ളൊരു രൂപം ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് അന്ന് നിലവിൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ പലരും ഇങ്ങനെ അത് വേണ്ട പഴയത് തന്നെ നിർത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഒക്കെ ഉണ്ടായി. ഇപ്പോൾ കുർബാനക്രമത്തിൽ അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടില്ലാത്തതായ അല്ലെങ്കിൽ നമ്മുടെ സഭയുമായിട്ട് നമുക്ക് നേരിട്ടറിയാൻ പാടില്ലാത്തതായ ഒത്തിരി പിതാക്കന്മാരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. അതേ സമയത്ത് മലങ്കര സഭയുടെ ആദ്യകാലം മുതൽ ഇന്ന് വരെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പിതാക്കന്മാരെ ആരും ഓർക്കുന്നുമില്ല. അപ്പോൾ അത് എൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് അത് ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ സഭയുടെ പിതാക്കന്മാരെ കൂടെ ചേർത്തുകൊണ്ട് ആ ധുപദേനം ക്രമീകരിക്കണമെന്നുള്ളതായ ചിന്ത സഭയ്ക്കുണ്ട്. എൻ്റെ പേര് ബെന്നിലേക്ക് ബെന്നി. ഞാൻ കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് ഭദ്രാസനത്തിലെ കരിപ്പക്കുന്ന് പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ 1-ാം തുബ്ദയിൽ മാത്രം ധൂപക്കുറ്റി വീശുന്ന വ്യക്തി വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അത് രസമതല്ല. പണ്ടത്തെ കാലത്ത് അച്ഛനും ഒരു കപ്പ്യാരേ ഉള്ളൂ കുർബാനയ്ക്ക്. ഈ കപ്പ്യാരാണ് ഈ 6 ധുപദേനും വായിക്കുന്നത്. അച്ഛന് ശുശ്രൂഷയും കപ്പ്യാര്. അത് കഴിഞ്ഞ് ശുശ്രൂഷക്കാരൊക്കെ വന്നപ്പോൾ ബാക്കി എല്ലാം കൂടെ അവരെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. 6 ധുപദേനിൽ 6ഉം ആർക്കും വായിക്കാം, ഒരു നിബന്ധനയുമില്ല. അത് 1-ാമത്തെ ആൾ വായി. സാധാരണഗതിയിൽ ധൂപക്കുറ്റി വീശുന്നയാൾ വായിക്കുന്നു 1-ാമത്തെ 6-ാമത്തെയും, ബാക്കി ഉള്ളവർ സൗകര്യമുള്ളവരൊക്കെ ഇടയ്ക്കുള്ളത് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ധുപദേൻ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ വായിക്കണമെന്ന് നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും വായിക്കും. വിശുദ്ധ ബാബ തിരുമേനി, എൻ്റെ പേര് അനൂപ് എന്നാണ്. കോട്ടയം ഭദ്രാസനത്തിലെ പൊങ്ങന്താനം സെൻറ് തോമസ് പള്ളിയിൽ നിന്നാണ്. എൻ്റെ ഒരു സംശയം, 2006 പുതുപ്പള്ളി പള്ളി വെച്ചാണ് തോന്നുന്നു നടന്നൊരു ശുശ്രൂഷ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അന്ന് ഇതുപോലെ പറയുണ്ടായി, 1-ാം ധുപദേനിൽ സത്യവിശ്വാസികളെ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടി. അന്ന് ഒരച്ഛൻ പറഞ്ഞു എപ്പിസ്കോപ്പ എന്ന് പറയണം, അല്ലാതെ എപ്പിസ്കോപ്പന്മാർ എന്ന് പറയട്ടില്ലെന്നാണ്. അപ്പോൾ എനിക്ക് അന്ന് പോലെ സംശയമാണ് ഇപ്പോഴും. പക്ഷേ എന്നാൽ ഞാൻ അന്ന് പോലെ ഇതുവരെയും എപ്പിസ്കോപ്പന്മാർ എന്നാണ് വായിക്കുന്നത്. പക്ഷെ വേറെ എല്ലാവരും വായിക്കുന്ന എപ്പിസ്കോപ്പന്മാരെന്നാണ്. ഇതിലേതാണ് ശരി എന്നുള്ള എനിക്കൊരു സംശയം ഇപ്പോഴും ഉണ്ട്.
അത് ആർക്കും ആ വാക്കിലേതോ കൊണ്ട് അലർജി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് വായിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എപ്പിസ്കോപ്പ മാർ എന്ന് പറഞ്ഞ എപ്പിസ്കോപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗ്രീക്ക് വാക്കായി. പിന്നെ അതിനെ ഒരു മലയാളീകരിച്ചു കൊണ്ടുവന്നതാണ് എപ്പിസ്കോപ്പന്മാർ എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പമാർ എന്ന് പറഞ്ഞാലും എപ്പിസ്കോപ്പന്മാരെന്ന് പറഞ്ഞാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ അങ്കമാലി ഭദ്രാസനത്തിലെ പരീക്കണ്ണി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നാണ്. എൻ്റെ പേര് വിനോജ്. ഈ ധൂപാർപ്പണം നടത്തുന്ന സമയത്ത് മദ്ബഹായിൽ ധൂപം വെച്ച് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് പുരുഷന്മാരുടെ നേരെയും പിന്നെ നടുഭാഗത്തും പിന്നെ സ്ത്രീകളുടെ നേരെയും അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അടുത്തിടെ ഒരാളെന്നോട് പറഞ്ഞു, നമ്മളെ ആദ്യം വാങ്ങിപ്പോയവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, നടുഭാഗത്ത് വെച്ചതിന് ശേഷം പുരുഷന്മാരുടെ നേരെയും പിന്നെ സ്ത്രീകളുടെ നേരെയും അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. അതാണോ ശരി? സംശയമുണ്ട്. പിന്നെ രണ്ടാമതൊരു സംശയം, ധൂപക്കുറ്റി വാഴുവിൻ്റെ സമയത്ത് മണിയടിക്കേണ്ടത് എപ്പോഴാണ്? ആമീൻ പറയുമ്പോഴാണോ അതോ ആദ്യം മുതലോ ചെയ്യണം എന്നൊരു സംശയം. ധൂപക്കുറ്റി വാഴ്ത്തുമ്പം മണി അടിക്കേണ്ട ആവശ്യമില്ല. ധൂപക്കുറ്റി വാഴ്ത്തുമ്പം അവിടെ ആരാധനയെ സംബന്ധിച്ചാൽ മതി. അത് നമ്മൾ ഓരോ പ്രദേശത്ത് ഓരോ തരത്തിൽ ഓരോ അച്ഛന്മാരോ അല്ലെ ആരെങ്കിലുമൊക്കെ ഓരോന്നുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെ നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ അതിന് എന്താന്ന് ചോദിച്ചാൽ അവരതിനെ ഓരോ പിന്നെ വിശദീകരണങ്ങളും പറയും. മനസ്സിലായല്ലോ? ഇപ്പം ഈ മദ്ബായിൽ അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് ഇതെല്ലാം ഈ പിന്നെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മുറിക്കുന്ന രഹസ്യ ശുശ്രൂഷയാണ്. രഹസ്യ ശുശ്രൂഷയാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ മറയിട്ടിരിക്കുന്നത്. ഈ മറയിട്ടിരിക്കുന്നതിനകത്ത് പിന്നെ മണിയടിയില്ല. അത് മധുവായി. ഞാൻ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ മണിയടിയും പിന്നെ മറുവാസാക്കിലേക്കും വലിയ മണിയടിയും കൂടി ആയി. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റയാണെന്ന് പറഞ്ഞു. ശരിയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ അതിന് സംശയമൊന്നുമില്ല. പക്ഷേ രഹസ്യ ശുശ്രൂഷയ്ക്കകത്ത് ഒരു മണിയടിയുമില്ല. പിന്നെ പല പ്രദേശങ്ങളിലും പലയിടങ്ങളിലും മണിയടിക്കുന്നുണ്ട്. മണിയടിച്ചോട്ടെ, നമുക്ക് വിരോധി. എന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് മാത്രമേ എനിക്കുള്ള ഒരു സന്തോഷം. അവർ നിന്ന് പുറകിൽ നിന്ന് മണിയടിക്കുന്നതിന് എനിക്കെന്ത് വിരോധം? മണിയടിക്കുന്നവർ താല്പര്യമുണ്ട്, മണിയടിച്ചോട്ടെ. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല. ധൂപം വെക്കുന്ന കാര്യത്തിന് നമ്മൾ മദ്ബഹായിൽ നിന്നിറങ്ങി നമ്മൾ വടക്കു വശത്തൂടാണ് ധൂപം വെച്ച് തെക്ക് വശത്തൂടെ ധൂപം വെച്ച് തിരിഞ്ഞു വരുന്നത്. വടക്കോട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ നമുക്ക് ഗോകുൽത്തായിരുമുണ്ട്. പലർക്കും അതൊരു സംശയമാണ്. ത്രോണോസ് മെയിൻ ത്രോണോസ് വീശി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ഗോകുൽത്തായിലാണ് നമ്മൾ വീശി മുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ ഏവങ്കയിൽ വീശുന്നു. അതിനുശേഷം വടക്കേ ത്രോണോസ് വീശുന്നു. അതിനുശേഷം തെക്കേ ത്രോണോസ് വീശുന്നു. അതിനുശേഷം പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വീശുന്നു, നടുവിലേക്ക് വീശുന്നു, സ്ത്രീകളുടെ ഭാഗത്തേക്ക് വീശുന്നു, തിരിഞ്ഞു പോരുക. അതിനകത്ത് ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ അവസാനിപ്പിച്ചാൽ മതി. ധൂപം വീശുന്ന സംബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ഉള്ളത്, വിശുദ്ധ കുർബാനയിൽ പ്രധാന ശുശ്രൂഷകൻ ധൂപക്കുറ്റി വീശുന്ന ആള് മുൻപ് എല്ലാം വലതുവശം വീശുന്നു, കാർമ്മികന്റെ പിന്നിലൂടെ തന്നെ ഇപ്പുറത്ത് വന്ന് ഇടതുവശം വീശി മൊത്തമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത്, എൻ്റെ നാട്ടിലൊക്കെ അടുത്ത കാലത്താണ് കണ്ടുവിടുന്നത്. ഇപ്പോൾ അവര് അങ്ങനെ ചെയ്യാതെ കാർമ്മികന്റെ പിന്നിലൂടെ ഇപ്പുറത്ത് വരാതെ ത്രോണോസിനെ ചുറ്റി ഇപ്പുറത്ത് വന്ന് വീശുന്നതാണ് ഇപ്പോൾ പലയിടത്തും. അങ്ങനെ ത്രോണോസ് ചുറ്റി വീശേണ്ട ആവശ്യമില്ല. ഒരാളിനെ കുറച്ച് നമ്മൾ വലത്തുവശത്ത് വീശി കഴിഞ്ഞ് നമ്മൾ ഈ ശുശ്രൂഷ പിന്നെ ധൂപക്കുറ്റി എടുക്കുന്ന ആളിനുള്ള ഒരു അവകാശമാണ്
ഈ മദ്ബഹ ക്രോസ് ചെയ്യാൻ ഉള്ള അനുവാദം. അതുകൊണ്ട് ആ ആളിനിവിടെ വീശിയതിന് ശേഷം അച്ഛൻ്റെ പുറകെ കൂടി ചെന്നിട്ട് ഇടത്ത് വശത്തും വീശിയതിന് ശേഷം ബാക്കി ഒക്കെ ചെയ്യാം. അല്ലാതെ അപ്പുറത്തൂടെ പോകണമെന്നില്ല. ബാക്കിയുള്ളൂ. അതേ സമയത്ത് മറ്റാർക്കും വിശുദ്ധ കുർബാനയുടെ സമയത്ത് മദ്ബഹ ക്രോസ് ചെയ്യാൻ അവകാശമില്ല. അവർ പടിഞ്ഞാറ് വശത്തൂടെ പോകണം. ആർക്കെങ്കിലും അങ്ങനെ കിഴക്ക് വശത്തൂടെ പോകണമെന്ന് വളരെ നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ തടയണ്ട, അവർ പൊക്കോട്ടെ. അവർക്കതൊരു എക്സസൈസായിട്ട് നടന്നോട്ടെ, അതിൻ്റെ ആവശ്യമില്ല. പ്രധാന ശുശ്രൂഷകരുടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. പ്രധാന ശുശ്രൂഷകരുടെ നമ്മുടെ ശോശപ്പ മടക്കാൻ, നമ്മുടെ തുബ്ദേൻ വായന കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് ശോശപ്പ മടക്കുകയും അന്നേരം പടിഞ്ഞാറോട്ട് സമാധാനം ചോദിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായി ചിലയിടങ്ങളിലെങ്കിലും കാർമ്മികർ തന്നെ ശോശപ്പ അങ്ങ് മടക്കി വെക്കുകയാണ്. അപ്പോൾ ശോശപ്പ കാർമ്മികർ തന്നെ മടക്കി വെക്കുമ്പോൾ പിന്നെ ശുശ്രൂഷകർ ഈ സമാധാനം ചോദിക്കുകയും കൈകസ്തൂരി കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം. ശോശപ്പ മടക്കേണ്ടത് കാർമ്മികൻ തന്നെയാണ്. കാർമ്മികനാണ് ശോശപ്പ ആഘോഷിക്കുന്നതും മടക്കി വെക്കേണ്ടതും കാർമ്മികൻ തന്നെയാണ്. എന്നാൽ കാർമ്മികന് അവിടെ നിൽക്കുന്നതായ സമയത്ത് ഈ തുബദേൻ വായിക്കുകയും അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഒക്കെ മറ്റ് ശുശ്രൂഷകളെല്ലാം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മടക്കാനും കൂടെ പോകാൻ നേരമില്ല. അതുകൊണ്ട് അത് അവിടെ വെക്കും. അപ്പോൾ പ്രധാന ഒരു അനുവാദമാണ് പ്രധാന ശുശ്രൂഷ അല്ലെങ്കിൽ തൂക്കിട്ടെടുക്കുന്നയാൾ വന്ന് ജനത്തോട് ഇത് കാർമ്മികം ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് ചെയ്യാൻ അനുവാദം തരണമെന്നുള്ളതാണ് ജനത്തോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് അനുവാദം ജനത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹം അത് ചെയ്യുന്നത്. കൈ കഴുകിയിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. അത് കാർമ്മികൻ മാത്രമേ അത് മടക്കി വെക്കാൻ അവകാശമുള്ളൂ. എന്നാൽ അതേ സമയത്ത് പ്രധാന ശുശ്രൂഷകൻ അനുവാദം കൊടുത്തിരിക്കുന്നത് കൈ കഴുകി വിശുദ്ധ വന്ന് അതിന് അനുവാദവും ചോദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കാർമ്മികരാരെങ്കിലും അവിടെ ഒരു മെത്രാപ്പൊലീത്തായോ അച്ഛനോ ശുശ്രൂഷ എഴുതുന്ന അടുത്ത അച്ഛനോ മെത്രാച്ചനോ അവിടെ നിൽപ്പുണ്ടെങ്കിൽ അവർക്കത് മടക്കി വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ശുശ്രൂഷകൻ ഈ നാടകമൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് ജോണി, ചേലക്കര സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനാണ്, കുന്നോളം ഭദ്രാസനത്തിലെ. വിശുദ്ധ ആരാധന സമയത്ത് തിരുശരീരങ്ങൾ വാഴ്ത്തി കഴിഞ്ഞതിന് ശേഷം സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, അവിടെ ഗ്യാപ്പുണ്ടോ? പട്ടക്കാരന് പ്രത്യേക പ്രാർത്ഥനയുണ്ടോ? തിരുശരീര രക്തങ്ങൾ വാഴ്ത്തിയതിന് ശേഷം നമ്മൾ ഓർമ്മ പ്രാർത്ഥനയും കൃതജ്ഞതയും പട്ടക്കാരൻ ചൊല്ലുന്നു. അതിനുശേഷം ജനങ്ങൾ സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, അവിടെ സ്റ്റോപ്പുണ്ടോ? പട്ടക്കാർക്ക് പ്രത്യേക പ്രാർത്ഥനയുണ്ടോ? അങ്ങനെ പട്ടക്കാർക്ക് പ്രത്യേക പ്രാർത്ഥനയായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ പൊതുവായ മൽപ്പാന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സ്റ്റോപ്പില്ലാതെ ചെയ്യണമെന്നാണ്. വിശുദ്ധ കുർബാന ക്രമത്തിൽ അങ്ങനെ ഇല്ല. ചില അച്ഛന്മാർ അവിടെ ഗ്യാപ്പിട്ടിട്ട് പ്രത്യേക അല്ലാതെ പ്രത്യേകിച്ച് നമ്മളെ പാമ്പാക്കുട പള്ളിയിലും പാമ്പാക്കുട ഇപ്പോൾ ഒരു പാരമ്പര്യം അത് വന്നിട്ടുണ്ട്. തക്സായിൽ ഉള്ളതും രഹസ്യമായല്ല, പരസ്യമായി പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷെ അത് രഹസ്യമായി തന്നെ പ്രാർത്ഥിക്കാനാണ് മൽപ്പാന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പട്ടക്കാരന്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ദൈവമായ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ചൊല്ലുന്നു. അത് പല അച്ഛന്മാർ വരുമ്പോ കൺഫ്യൂഷൻ ആവുകയാണ്. ഓർഡറായിട്ട് വന്നൂടെ? നമ്മുടെ മലങ്കര സഭയില് ഒത്തിരി കൺഫ്യൂഷനൊക്കെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ മാർഗമില്ല. ഞാൻ വടവോട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ അരകെട്ടി ശുശ്രൂഷ ചെയ്യാറുണ്ട്, കറുത്ത അരക്കെട്ട് വെച്ച്. പിന്നെ ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്തുവാ അരകെട്ടി? ഓക്കെ, ഒരു കുഴപ്പമില്ല. അരക്കെട്ടിക്കൂ, നല്ല കാര്യമാണ്. അരക്കെട്ടോണ്ടുകള് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു സംശയം, നമ്മുടെ 6-ാം തുബ്ദേനില് വായിക്കുമ്പോൾ പറഞ്ഞോ, നിങ്ങൾ ചോദ്യവും ഉത്തരവും ശ്രദ്ധിക്കണം. പരിശുദ്ധ ഭാവതിരുമനസിന്റെ ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കല്ലേ പ്ലീസ്.
നമ്മുടെ കുർബാനക്രമത്തിൽ 6-ാം തുബ്ദേനിൽ പറയാറുണ്ട്, വാങ്ങിപ്പോയ സകല മരിച്ചവരെയും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രതിവാക്യത്തിലും അത് തന്നെ പറയുന്നു. അത് വാങ്ങിപ്പോയവരെന്ന് പറഞ്ഞാൽ മരിച്ച രണ്ട് ആവർത്തനമല്ലേ എന്നാ ചോദിക്കുന്നത് അല്ലേ? അതെ. നമ്മുടെ വേദശാസ്ത്രം അനുസരിച്ച് എല്ലാവരും വാങ്ങിപ്പോയവരെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുത്തോട്ട് മാറിപ്പോയി. വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ശൂനോയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ. ശൂനോയോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മാറുക എന്ന അർത്ഥം. അങ്ങനെയുള്ളവരാണ്. അതാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അനുസരിച്ച് വാങ്ങിപ്പോയി എന്നാണ് മരിച്ചവരെല്ലാം പറയുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് മരിച്ചവർ എന്നുള്ളത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് മാറി എന്നുള്ളതായും മാറിപ്പോയവരെ കുറിച്ചാണ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് ഓർക്കാൻ ഒക്കും. അതുകൊണ്ട് ആ വാക്കും കൂടി അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, അർത്ഥവ്യത്യാസമൊന്നും മാറിയില്ല എന്നുള്ളത്. 2 പ്രാവശ്യം മരിച്ചവരാരും ഇല്ല കേട്ടോ. ഇല്ല, ഒരു പ്രാവശ്യം മരിക്കുകയുള്ളൂ. ഇവിടുന്ന് മരിച്ചവരെ കുറിച്ചാണ് ആ മരിച്ചവർ എന്ന് പറയുന്നത്. അതേസമയത്ത് വേദശാസ്ത്രം അനുസരിച്ച് വാങ്ങിപ്പോയവർ, ഈ 2 കാര്യങ്ങൾ, ഭൗതികമായ മരണത്തെയും ആത്മീയമായിരിക്കുന്ന വാങ്ങിപ്പോകലിനെയും രണ്ടിനെയും ഉദ്ദേശിക്കുന്നുകൊണ്ടാണ് ആ 2 വാക്കുകൾ അവിടെ വരുന്നത്. അത് നമ്മുടെ അവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ വരുന്നുണ്ട്. പലയിടങ്ങളിൽ 2 കൂടി ഒരുമിച്ചല്ല, പലയിടങ്ങളിലും 2 മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. പരേതർന്ന് ഉപയോഗിക്കുന്നുണ്ട്. പരേതർന്നൊക്കെ പറയുമ്പോൾ മരിച്ചവർ, പരേതര് എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. എന്നാൽ അതിലേറ്റവും വേദശാസ്ത്രപരമായി നമ്മൾ ഉപയോഗിക്കേണ്ടത് വാങ്ങിപ്പോയവരെന്നുള്ളതാണ്. വാങ്ങിപ്പോയവരെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ വിശ്വാസികളായി വാങ്ങിപ്പോയ സകല മരിച്ചവരെയും അങ്ങനെ വരുമ്പോൾ ഒരു 2 മരണം. വാങ്ങിപ്പോയവരെന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവര്, മരിച്ചവരെന്ന് ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിൽ ഭൗതികമായ മരണം സ്വീകരിച്ചവർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ജീവൻ എന്നാണ്. ഞാൻ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ കണ്യാട്ടുതരിപ്പ് സെൻറ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ബാബ പറഞ്ഞു നമുക്ക് ശുശ്രൂഷകർക്ക് കുപ്പായി ഇട്ടു തന്നെ നമ്മൾ മദ്ബായി പ്രവേശിക്കണമെന്ന്. ഇപ്പം നമ്മൾ കുപ്പായി ഇടാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പം നമ്മൾ ശുശ്രൂഷകരോടാണ് വൈദികർ സാധാ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇപ്പം ആരെങ്കിലും ഒരു പ്രാസംഗികൻ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഏതെങ്കിലും മേശ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ നമ്മളോട് പറയുന്നു. അപ്പം നമ്മൾ വേഗം അതെടുക്കുവാൻ കുപ്പായി ഇട്ട് തന്നെ പോകണമെന്നുണ്ടോ? വിശുദ്ധ മദ്ബഹായിൽ ആർക്ക് കയറണമെങ്കിലും പ്രോപ്പറായ വസ്ത്രം വേണം. നിങ്ങൾക്ക് ഉള്ളതായിരിക്കുന്ന പാൻറ്റും കോട്ടും ഒക്കെയാണ് അല്ലെങ്കിൽ ഉള്ളത്, ഷർട്ടുമാണുള്ളത്. അത് നിങ്ങൾക്ക് മദ്ബഹായിക്ക് താഴെ നിൽക്കാനുള്ളതാണ്. കാരണം നിങ്ങൾ അതുകൊണ്ട് ഏത് കടയിലോ ചന്തയിലോ നിങ്ങളുടെ സ്കൂളിലോ എവിടെയും പോകാൻ അത് മതി, ഇല്ലേ? അതുകൊണ്ടല്ല മദ്ബായി കയറുന്നത്. മദ്ബായി കയറണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ പാമ്പാടി തിരുമേനി മദ്ബഹായിക്കകത്ത് ചുക്കിലി വലി അടിക്കാനോ അല്ലെങ്കിൽ മദ്ബഹായിൽ വിരികൾ ക്രമീകരിക്കാനോ ഒക്കെ കയറുന്നതായ സമയത്ത് അത് മാത്രമാണ് ഈ കുപ്പായി ഇടാതെ കയറ്റുകയില്ലായിരുന്നു, ആരെയും കയറ്റുകയില്ലായിരുന്നു. അത് നമുക്ക് നിർബന്ധമാണ്. വിശുദ്ധ മദ്ബഹായിലെ ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിശുദ്ധമാണ്. നിങ്ങൾ മദ്ബഹായിൽ അവിടെ ആരാധന ഉണ്ടെങ്കിലും കൊള്ളാം, ആരാധന ഇല്ലെങ്കിലും കൊള്ളാം, യേശു ക്രിസ്തു ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. അതെങ്ങനെ ബഹുമാനിക്കണമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ അവിടെ കയറാനില്ല. ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാണ്, ഈ വെടിച്ചില് പോലെ പായാനുള്ള സ്ഥലവുമല്ല. അവിടെ വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും നടക്കേണ്ടതായ സ്ഥലമാണ്. അവിടെ ചിലർ എടുക്കുന്നുണ്ട്, ഒരു മെഴുതിരിക്കാൽ എടുക്കണം, അല്ലെങ്കിൽ ഒരു മറ്റുള്ളത് എന്തെങ്കിലും അപ്പുറത്തിരിക്കുന്ന എടുക്കണം. ഒറ്റ ഓട്ടമാണ് വേണ്ട. ശാന്തമായിട്ട് പോയി അങ്ങ് എടുത്താൽ മതി. ശാന്തമായിട്ട് പോയി എടുക്കാൻ അതിനുള്ള സമയമുണ്ട്. അതില്ലാതെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മദ്ബഹായിൽ കയറണമെങ്കിൽ കുപ്പായിട്ടുണ്ട് കയറണം. അതുപോലെ തന്നെ ആരാധനയ്ക്ക് ശേഷം ശുശ്രൂഷകര് മദ്ബഹായിൽ വെച്ച് തന്നെ കുപ്പായം മടക്കി പുറത്തായിട്ട് ഇറങ്ങുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. മദ്ബഹായുടെ താഴെ ഇറങ്ങി വന്നാണ് അത് ഊരേണ്ടത്.
മധുവായി കയറുന്നു. മധുവായിൽ നിന്നുകൊണ്ട് കുപ്പായം ഊരിക്കളഞ്ഞേച്ച് പോകാൻ ഒക്കെയല്ല. വേറെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് താഴെ വരിക, അവിടെ നിന്നത് കുപ്പായം ഇട്ടുകൊണ്ട് അകത്ത് കയറുക, താഴെ ഇറങ്ങി വന്ന് കുപ്പായം ഊരുക. തിരുമേനി, ഞാൻ മലബാർ ഭദ്രാസൻ പാതിരിക്കോട് പള്ളി ഇടവാങ്ങാണ്. എൻ്റെ പേര് ജോൺ എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഏത് സമയത്തും ധൂപാർപ്പണം നടത്തണമെങ്കിൽ അംശവസ്ത്രം അല്ലെ ശുശ്രൂഷക്കാരൻ ശുശ്രൂഷ കുപ്പായിട്ടിരിക്കണം എന്നാണ്. നമ്മൾ പലപ്പോഴും ഭവനകൂദാശകൾ, മരിച്ച വീടുകൾ, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ അല്ലാതെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന് ശരിയോ തെറ്റോ ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ചെയ്യാൻ പാടില്ല. ഒരു ശുശ്രൂഷയ്ക്കും ധൂപം വീശുന്നയാൾ പ്രോപ്പറായുള്ള വസ്ത്രം, അച്ഛന്മാരാണെങ്കിൽ കറുത്ത കുപ്പായിട്ടിരിക്കണം, അൽമായക്കാരാണെങ്കിൽ ശുശ്രൂഷക്കുപ്പായിട്ടിരിക്കണം. ശുശ്രൂഷക്കുപ്പായി ഇടാതെ പിന്നെ ശുശ്രൂഷകർക്കോ കറുത്ത കുപ്പായിടാതെ അച്ഛന്മാർക്കോ ധൂപം വീശാൻ അനുവാദമില്ല. എൻ്റെ പേര് സ്റ്റെഫിൻ. ഞാൻ നെരണം ഭദ്രാസനം സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് തലവടിയിൽ നിന്ന് വരുന്നു. തലവടി. എനിക്ക് 2 സംശയമുണ്ട്. ഒന്ന്, ഈ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ കഷ്ടാനുഭവാഴ്ച തുടങ്ങുന്നത്, ഓശാന ഞായറാഴ്ച വൈകിട്ട്, ഞായറാഴ്ച സന്ധ്യാനമസ്കാരത്തോടുകൂടിയാണ് കഷ്ടാനുഭവാഴ്ച തുടങ്ങുന്നത്. ഈ ഞായറാഴ്ച സന്ധ്യാനമസ്കാരത്തെ നമ്മൾ വിളിക്കുന്നത് തിങ്കൾ സന്ധ്യയാണ്. അതിൻ്റെ കാരണം എന്താ? ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന സന്ധ്യയ്ക്ക് തിങ്കൾ സന്ധ്യ എന്ന് വിളിക്കുന്നത് കാരണം തിങ്കളാഴ്ച ദിവസം ആരംഭിക്കുന്നത്, മോനെ കേട്ടണേ, തിങ്കളാഴ്ച ദിവസം നമ്മുടെ ആരാധനാപരമായി ആരംഭിക്കുന്നത് സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് 6 മണിക്ക് ശേഷമാണല്ലോ നമ്മൾ ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ടാണ് അത് തിങ്കളാഴ്ച സന്ധ്യ എന്ന് പറയുന്നത്. പിന്നെ വേറെ സംശയം, ഈ അപ്പം മുറിക്കുമ്പോ, രഹസ്യ ശുശ്രൂഷ അപ്പം മുറിക്കുമ്പോ, കുർബാന സമയത്ത് അപ്പം മുറിക്കുമ്പോ, കുർബാന സമയത്ത് അപ്പമല്ല മുറിക്കുന്നത്, തിരുശരീര രക്തങ്ങളാണ്. അപ്പം പോയി ആ സമയത്ത് നമ്മൾ ശ്രാപ്പികളെ കണ്ടേശായ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? യെശയ്യാവിന്റെ പുസ്തകത്തിലാണല്ലോ ശ്രാപ്പികളെ കണ്ടേശായ. അതെ അതെ അതെ. പിന്നെ ഒരു കുഴപ്പമില്ല. അത് രണ്ടും മാറി മാറി ഉപയോഗിക്കാം. രണ്ടും മാറി മാറി ഉപയോഗിക്കാം. യെശയ്യാവിന്റെ പുസ്തകം എന്തുകൊണ്ടാണ് എടുത്തത്? യേശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ, അന്ന് അവിടെ പറയുന്നില്ലേ, യേശയ്യാവിൻ്റെ വായിലേക്ക് തീക്കനൽ കുത്തിയതായ തീക്കനൽ ദൂതൻ കുത്തിയ സമയത്ത് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ പറയുന്നത് എന്താ? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പാപപരിഹാരപ്രദമായ തീക്കട്ട, 2 ലോകങ്ങൾ കടങ്ങളുടെ പരിഹാരത്തിനും. അപ്പോൾ തീയാണെന്നുള്ളതിൻ്റെ അതുകൊണ്ടാണ് ആ യെശയ്യാ പ്രവചനത്തിൻ്റെ അതേ സംഭവം ഇവിടെ ഓർക്കുന്നത് കേട്ടോ. എടുക്കാൻ തിരുമേനി, വിശുദ്ധ കുർബാനയിൽ പ്രധാന ശുശ്രൂഷ ധൂപം അർപ്പിക്കുന്നത് സംബന്ധിച്ച് സമീപകാലത്ത് ഒരു വ്യത്യസ്തത കാണുന്ന ഒന്ന്, നമ്മുടെ കാർമികൻ ധൂപക്കുറ്റി വാഴ്ത്തിയതിന് ശേഷം ശുശ്രൂഷകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ധൂപം വെച്ചതിന് ശേഷം ശുശ്രൂഷകന് കൊടുക്കുന്നു. അപ്പോൾ ആ ശുശ്രൂഷകൻ വീണ്ടും ത്രോണോസിലും മദ്ബഹായിലും ഒക്കെ ധൂപം അർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ ചില കാർമികർ അത് ആവശ്യമില്ല, കാരണം കാർമികൻ അവിടെ ധൂപം അർപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും ശുശ്രൂഷകൻ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ചിലയിടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു നിർദ്ദേശം എനിക്കൊന്നു വിശുദ്ധ പിതാവ് ഇപ്പോൾ അത് പറഞ്ഞാൽ അതൊരു അങ്ങനെ ഒരു രീതിയില്ല. കാരണം കാർമികൻ വൈദികനാണ്. വൈദികൻ ശുശ്രൂഷ അർപ്പിക്കുന്നു. തുടർന്ന് നിങ്ങളെ ആ ധൂകുറ്റി ഏൽപ്പിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ കാർമികൻ്റെ സ്ഥാനത്തല്ല, നിങ്ങളുടെ ഒരിക്കലും വൈദികൻ്റെ സ്ഥാനത്തല്ല, നിങ്ങൾ ശുശ്രൂഷകൻ്റെ സ്ഥാനത്താണ്. ശുശ്രൂഷകന് ചെയ്യേണ്ടത് എന്താണ്? ശുശ്രൂഷകൻ ഈ ത്രോണോസിലും മുത്തണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം. കാർമികൻ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല ചെയ്യുന്നത്. കാർമികൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ജനത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു വരാനായിട്ട്, ജനത്തിന് മുഴുവൻ സഭയുടെ പ്രാർത്ഥന കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അത്
കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾ ശുശ്രൂഷകൻ എന്നുള്ള രീതിയിലാണ്. കാർമ്മികൻ ചെയ്യാനുള്ളത് കാർമ്മികൻ അതിനകത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞു. ചെയ്യണം. ഓക്കെ.